ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഒന്ന് നമ്മൾ വർക്ക് നോക്കാൻ വേണ്ടി ഒരു സൈറ്റിൽ പോയതാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു അവസ്ഥയാണ് കേട്ടത്. എല്ലാ ജനലിലും സിമൻറ്റ്, കണ്ടമാനം സിമൻറ്റ് ഫുള്ളായിട്ട് ആയിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസ് വരും. അതുപോലെ ഈ ഇരുമ്പിൻ്റെ ജനലൊക്കെ തുരുമ്പ് പിടിക്കില്ല എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരുമ്പിൻ്റെ ജനൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അതായി കാണുന്നത് ഫുള്ളായിട്ട് തുരുമ്പ് പിടിച്ചാണ്. അതിൻ്റെ മുകൾ ഭാഗത്തുണ്ട്, അതുപോലെ വേറൊരു ജനലിനുണ്ട് സെൻട്രലായിട്ട് ചെറിയൊരു തുരുമ്പ്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് നമുക്ക് അറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ വർക്കൊക്കെ ബംഗാളികൾക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കാൻ ഒരാൾ ഏൽപ്പിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അത് തേക്കുന്ന സമയത്ത് ഒരു ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ ആ സിമൻറ്റ് പോരും. ഫുള്ളായിട്ട് സിമൻറ്റാണ്. ഇവിടെ വരുന്ന കമ്പി സ്റ്റീലാണ്. ചില ഭാഗത്തൊന്നും കവറില്ല, ചില ഭാഗത്ത് കവറുണ്ട്. അപ്പോൾ ഈ കവറില്ലാത്ത ഭാഗത്തൊക്കെ സ്റ്റീൽമേൽ സിമൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസ് വരും. അപ്പോൾ നമ്മളിവിടെ ഒരു കോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ട് ഫുള്ളായിട്ട് പുട്ടി ഇടാനുള്ള ഭാഗമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ പല ആളുകളും ഡയറക്റ്റ് പുട്ടിയിടുന്നവരുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരു കോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ട് പുട്ടിയിടാനാണ് നമ്മളെല്ലാവരോടും പറയാറുള്ളത്. അതുപോലെ നമ്മൾ മുമ്പൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറേ ആളുകൾ വൈറ്റ് സിമൻറ്റ് അടിച്ചതിന് ശേഷമാണ് പുട്ടിയിടാനുള്ളതെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ.